കാസർഗോഡ് പള്ളിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സിനിമകളിൽ കാണുന്നത് പോലെയുള്ള ഒരു കാർ റേസിംഗ് നടന്നിരിക്കുകയാണ്. ഇത് ഒരു സ്കൂൾ വിട്ട സമയമാണ്. നമുക്കറിയാം, വൈകുന്നേര സമയങ്ങളിൽ സ്കൂൾ വിടുമ്പോൾ സ്കൂൾ ബസ്സുകളുടെയും അതുപോലെ തന്നെ കുട്ടികളെ പിക്ക് ചെയ്യാൻ വരുന്ന രക്ഷിതാക്കളുടെയൊക്കെ തന്നെ ഒരു തിക്കും തിരക്കും അവിടെ ഉണ്ടാകും. കുട്ടികൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്താണ് CR7, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ഫുട്ബോൾ കളിയുടെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള കാർ, ഒരു 6ഓളം കാറുകളാണ് ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കുതിച്ചെത്തിയത്. ആ സമയത്ത് വളരെ തിരക്കായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഭയന്നു. അതും ഒരു കാറല്ല, 6 കാറാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് വലിയ ഒച്ചപ്പാട് ബഹളവും ഉണ്ടാക്കി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറിയത്. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ട സംഘമാണ് ഇത്തരത്തിൽ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ള പ്രാഥമിക വിവരം. പക്ഷേ ഇവരുടെ കൂടുതൽ പേര് വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്താണ് മറ്റുള്ളവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിലായിരുന്നു കാറുകളുടെ റേസിംഗും സ്കൂൾ ഗ്രൗണ്ടിൽ അവരുടെ അഭ്യാസ പ്രകടനങ്ങളും നടന്നിരിക്കുന്നത്. അപകടകരമായ ഈ കളി ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്കൂൾ അധികൃതർ ഉടൻ തന്നെ ബേക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ അവിടെയുള്ള പോലീസ് സംഘം എത്തി കാറുകൾ തടയുകയും റേസിംഗ് നിർത്താനായിട്ട് ഈ കാറുകളിൽ ഉണ്ടായിരുന്നവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലീസ് പറഞ്ഞതിനോട് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ ആ സ്കൂൾ ഗ്രൗണ്ടിൽ റേസിംഗ് തുടരുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശം ഒന്നും തന്നെ അനുസരിച്ചില്ല. മാത്രമല്ല, ഈ പറയുന്ന കാറിൽ ഉണ്ടായിരുന്ന പ്രതികൾ ക്രൂരമായ ഭാഷയിൽ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് പോലീസിനോട് തിരിച്ച് തട്ടിക്കയറുന്നുണ്ടായിരുന്നത്. സംഭവ സ്ഥലത്തെത്തിയ ബേക്കൽ പോലീസിലെ പ്രൊബേഷൻ SI പ്രിൻസ് ജോൺ റേസിംഗ് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സംഘത്തിലുണ്ടായിരുന്ന ചിലർ അദ്ദേഹത്തെ ആക്രമിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് പോലീസിന് നേരെ കയ്യേറ്റവും അവിടെ സംഭവിച്ചു. പരിക്കേറ്റ SIയെ ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് അവരോട് ഇത് നിർത്താനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവർ തിരിച്ച് പോലീസിനോട് പറയുന്നുണ്ടായിരുന്നത്, ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടിയുടെ ഭാഗമായുള്ള റേസിംഗ് ആണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. ഇതൊക്കെ ചോദിക്കുന്ന ഈ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് പോലീസിന് നേരെ ഇവർ എടുത്തു ചാടുകയും ഈ പറയുന്ന SIക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പിന്നീട് കൂടുതൽ പോലീസ് അവിടെ എത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു. ഈ പറയുന്ന യുവാക്കളെ കാറിനുള്ളിൽ നിന്ന് അവരാദ്യം ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അവരെ അതിനുള്ളിൽ നിന്ന് വലിച്ചഴച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. റേസിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള 6 കാറുകളാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. സംഭവത്തിൽ എത്ര പേർ അറസ്റ്റിലായി എന്നതുൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങളും പോലീസ് നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. അതായത് ഈ കാർ ഓടിച്ചിട്ടുള്ള യുവാക്കളല്ലാതെ കാറിനുള്ളിൽ മറ്റ് എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, ഈ പറയുന്ന അറസ്റ്റിലായിട്ടുള്ള യുവാക്കളൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് കാർ റേസിംഗ് നടത്തിയത് എന്ന് പറയുന്നു. ഇത്തരത്തിലൊരു തൂഫാന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ആളുകൾക്ക് അപകടമുണ്ടാക്കുന്ന യാതൊരു പരിപാടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഓപ്പറേഷൻ തൂഫാന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിലൊരു കാർ റേസിംഗ് അവിടെ നടത്തിയിരിക്കുന്നത്? ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഏതായാലും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വാഹനങ്ങളടക്കം എന്തായാലും പരിശോധിക്കണമെന്ന് അത് പോലീസ് കൃത്യമായി തന്നെ ചെയ്യും. മാത്രമല്ല, ഈ പറയുന്ന അറസ്റ്റിലായിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പോലീസിന് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ചെയ്ത പ്രതികൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് ബേക്കൽ പോലീസിന്റെ തീരുമാനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട സംഘമാണെന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. അതും കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തി അത് ഒന്നുകൂടെ ഉറപ്പിച്ച് അതിനുശേഷം മാത്രമായിരിക്കും പുറത്തുവിടുക. റേസിംഗിൽ പങ്കെടുത്തവരെയും പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചവരെയും തിരിച്ചറിയാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുസ്ഥലത്ത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കിയതിനും പോലീസ് കേസെടുക്കും. സംഭവത്തിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ, മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ച് പോലീസ് തുടർ നടപടികളെടുക്കും. ഫുട്ബോൾ ആവേശത്തിന്റെ പേരിൽ ഇത്തരത്തിൽ അതിരുകടന്ന അഭ്യാസ പ്രകടനങ്ങൾ നടത്തരുതെന്ന് അധികൃതർ നേരത്തെ തന്നെ കർശന മുന്നറിയിപ്പ്
നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ലോകകപ്പ് നടക്കുന്ന ഒരു സമയമാണ്. ഓരോ ഇഷ്ടപ്പെട്ട ടീമുകളൊക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ജീവനെ അപകടം വരുത്തുന്ന രീതിയിലാകരുത്, പ്രത്യേകിച്ച് ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ, അതും സ്കൂൾ വിട്ടിട്ടുള്ള ആ ഒരു സമയത്ത്. ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത്. നിയമം കയ്യിലെടുത്ത അക്രമികൾ ഉടൻ തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പിടിയിലാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു യുവാക്കളുടെ ഈ ഒരു മരണപ്പാച്ചിൽ അവിടെ നടന്നിരിക്കുന്നത്. കൃത്യമായി നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും പോലീസിന്റെയും സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ കർശന നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൂടുതൽ പോലീസ് സന്നാഹം അവിടെ എത്തിയതുകൊണ്ടാണ് പ്രതികളെ അത് നിർത്താനായിട്ട് അവർക്ക് സാധിച്ചത്. ഒരുപക്ഷെ നാട്ടുകാരൊന്നും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്താനുള്ള സാധ്യതയില്ല. മാത്രമല്ല സ്കൂൾ അധികൃതർ പറഞ്ഞാലും നിർത്താനുള്ള സാധ്യതയില്ല. പോലീസുകാർക്ക് നേരെ തന്നെ, ഒരു SIക്ക് നേരെയാണ് അവർ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കൂടുതൽ പോലീസ് സന്നാഹം എത്തി ഇവരെ പിന്തിരിപ്പിച്ച് അവരെ പോലീസ് ജീപ്പിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതേസമയം തന്നെ ഈ ഒരു ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ നല്ല രീതിയിൽ അത് നടക്കുമ്പോൾ, അതായത് പല ലഹരി മാഫിയകളെ അവരിലേക്ക് എത്താനുള്ള കണ്ണികളെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒരു വിവാദങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് കെ സുധാകരൻ MP കൊച്ചിയിൽ കുറച്ച് പഴയ ഗുണ്ടാ ക്രിമിനലുകളുമായി ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തിയത്. അതായത് ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു കെ സുധാകരൻ MP പങ്കെടുത്ത ഒരു മീറ്റിംഗ് നടന്നത്. അതിൽ വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. പോലീസിന് അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സംഭവത്തിൽ വിശദീകരണവുമായിട്ട് ഈ സംഘാടകർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് സുധാകരനെ തങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണെന്നും കൊച്ചിയിൽ ഉണ്ടെന്നറിഞ്ഞായിരുന്നു 20 പേർ കാണാൻ അനുവാദം ചോദിച്ചതെന്നും സംഘാടകർ പറയുന്നുണ്ട്. എന്നാൽ 100ഓളം പേർ യോഗത്തിനെത്തി. ഓപ്പറേഷൻ തൂഫാൻ വിജയിപ്പിക്കാൻ പോലീസ് മാത്രം പോരെന്നാണ് യോഗത്തിന്റെ സംഘാടകർ സുഹേൽ ഷാജഹാൻ പറയുന്നത്. കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ വേണം. മുമ്പ് ഗുണ്ടകളായിരുന്നു എന്ന് കരുതി ആരെയും മാറ്റി നിർത്തരുത്. ഇപ്പോൾ മാറ്റി നിർത്തിയാൽ ലഹരിക്കെതിരെ പോരാടാൻ അവർക്ക് ഇനി അവസരം ലഭിക്കില്ലെന്നും സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. കള്ളത്തോക്ക് കേസിലെ പ്രതികളടക്കമാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. AKG സെന്റർ ആക്രമണ കേസ്, വിസ തട്ടിപ്പ് കേസ് എന്നിവയിലെ പ്രതിയാണ് ഈ പറയുന്ന സുഹേൽ ഷാജഹാൻ. അതായത് പോലീസിനോട് പറയുന്നത് ഗുണ്ടകളായിരുന്നു എന്ന് കരുതി മാറ്റി നിർത്തരുത്, കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ വേണം, അതിന് തങ്ങളുടെ സഹായം വേണം, പോലീസിന് വേണ്ടി വരുമെന്നാണ്. പക്ഷേ അതിന് കൃത്യമായി തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS മറുപടി നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ഓപ്പറേഷൻ തൂഫാനെ ഗുണ്ടകളുടെ സഹായം ഒന്നും വേണ്ട, നിയമപരമായി മുൻപോട്ട് പോയി ലഹരി മാഫിയെ നേരിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കൊച്ചിയിൽ നടന്ന ഗുണ്ടകളുടെ യോഗത്തെക്കുറിച്ച് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ പോലീസ് സംവിധാനങ്ങളുണ്ട്, ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇവരെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കരുത്തുള്ള, കൃത്യമായി ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ പുറത്തു നിന്നുള്ള പ്രത്യേകിച്ച് ഗുണ്ടകളുടെ സഹായം വേണ്ട എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യാതൊരു തരത്തിലും ഇത്തരത്തിൽ ഒരു ക്രിമിനൽ കേസിലെ പ്രതികളായിട്ടുള്ളവരുടെയോ മുൻപുണ്ടായിരുന്ന കുപ്രസിദ്ധമായിട്ടുള്ള ഗുണ്ടകളുടെയോ സഹായം ഇതുവരെയായിട്ടും കേരള പോലീസ് തേടിയിട്ടില്ല. അങ്ങനെ യാതൊരു തരത്തിലുള്ള ആവശ്യവും ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനവും. അത് തന്നെയാണ് പോലീസ് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ പലയിടത്തും റെയ്ഡുകൾ നടക്കുകയാണ്. സ്ത്രീകളടക്കമുള്ള നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളാണ് ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ ഈ ലഹരി മാഫിയയിലേക്ക് എത്താനുള്ള കണ്ണികളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുമ്പോൾ വലിയ മാഫിയകളിലേക്ക്, വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.